നിങ്ങളിപ്പോൾ മാനസികമായി ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടോ? ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? മനസ്സിന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, അശാന്തിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ വിജയത്തിൻ്റെ ആദ്യപടിയിൽ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ പറയും. എല്ലാവരാലും ഒറ്റപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിങ്ങളൊരിടത്ത് എത്തിപ്പെടുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊപ്പം ആരൊക്കെയുണ്ട്. നിങ്ങൾ ഇതുവരെ ജീവിച്ചു പോന്ന ജീവിത സാഹചര്യവും ഇപ്പോൾ എത്തി നിൽക്കുന്ന ജീവിത സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, യഥാർത്ഥ ജീവിതം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളും. സാമ്പത്തികമില്ലാതെ, ചുറ്റിലും വേണ്ടത്ര സ്നേഹമോ സൗഹൃദങ്ങളോ ഇല്ലാതെ, ആരോഗ്യമില്ലാതെ ഒക്കെ നിങ്ങൾ അകപ്പെട്ടു പോകുമ്പോഴാണ് യഥാർത്ഥ ജീവിതം എന്തെന്ന് മനസ്സിലാക്കുന്നത്. അവ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ആ പടിയിൽ ചവിട്ടിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നിലേക്ക് വരേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ ഫൗണ്ടേഷൻ വളരെ സ്ലോ പ്രോസസ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ഊർജം കുറവാണ്. ആ കുറഞ്ഞ ഊർജത്തിൽ നിന്നും നിങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ഊർജത്തിൻ്റെ അവസാന അണുവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈശ്വരൻ, അതല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾക്കുള്ള ശക്തി. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈൻ പവറിൻ്റെ ശക്തി. ആ ശക്തി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നേറണം. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുന്നേറി നിങ്ങളുടെ അവസാന ഊർജവും ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളിൽ അവശേഷിക്കുന്ന അവസാന ഊർജവും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറി വന്നാൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ നിങ്ങൾ പതറിപ്പോയാൽ, നിങ്ങൾ അരുതാത്ത ചിന്തകളിലേക്ക് പോയാൽ നിങ്ങളവിടെ അടിതെറ്റി വീഴുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് സ്വയം തീരുമാനിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവർ തന്നെയാണ്.